UDF-നൊപ്പം പോയതിനു ശേഷം കാര്യമായി ഒന്നും കിട്ടിയില്ല എന്നതാണ് RSPയുടെ പരാതി. അതുകൊണ്ട് വിശപ്പൊന്ന് ശമിപ്പിക്കാൻ ഒഴിവുള്ള ആ ഡെപ്യൂട്ടി സ്പീക്കർ കസേര കിട്ടിയേ പറ്റൂ എന്ന് പാർട്ടി നിലപാടെടുത്തു കഴിഞ്ഞു. പാർട്ടി പരസ്യമായി തന്നെ ചോദിച്ചുവെങ്കിലും കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിൽ AI തർക്കം നടക്കുകയാണ്. RSPക്ക് ഇനി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്ന മോഹം ഉപേക്ഷിക്കേണ്ടി വരില്ലേ? കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിൽ ഒരുപാട് MLA-മാരുണ്ട്, വലിയ കക്ഷിയാണ്, ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാകാം. ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും ഞങ്ങൾ എന്ന് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് വേറെ സ്ഥാനങ്ങളൊന്നും കൊല്ലത്ത് മത്സരിക്കുവാൻ അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് തന്ന് പ്രേമേന്ദ്രൻ മത്സരിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അരുവിക്കര ജയിച്ചതിൽ നിർണായകമായ പങ്ക് ഞങ്ങളുടേതാണ്. അരുവിക്കരയിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് മുഖ്യമന്ത്രി തന്നെ ഉന്നതാധികാര സമിതിയിൽ പറഞ്ഞതാണ്, സമ്മതിച്ചു. അതാണ് എന്താണെന്നറിയുമോ, ഞാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഒരു RSPക്കാരനെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ RSPയുടെ നിർണായകമായ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അരുവിക്കരയിൽ ശബരിനാഥ് ജയിച്ചത്. അത് ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. RSPയുടെ നിർണായക സ്വാധീനം അരുവിക്കരയിൽ മാത്രമല്ല, കേന്ദ്രത്തിൽ കോൺഗ്രസിനെ ഭരണത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വരെ വഴിവച്ചേക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം 2-1-3 സീറ്റുകളുള്ള RSPയോട് ഉമ്മൻചാണ്ടി കളിക്കാൻ. അരുവിക്കരയിൽ ഈ മഹാശക്തി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആ സീറ്റു തന്നെ ചോദിക്കാമായിരുന്നില്ലേ? ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അരുവിക്കര സീറ്റും ഒരുമിച്ചാണ് എഴുതി കൊടുത്തത്. ഉന്നതാധികാര സമിതിയിൽ ഞാനും ഉള്ളതാണ്. പാർട്ടി സെക്രട്ടറിമാർ കൂടുന്നതാണ് UDF-ന്റെ ഉന്നതാധികാര സമിതി. അതിൽ ഞങ്ങൾ അരുവിക്കരയെ സംബന്ധിച്ചൊരു സമവായത്തിലെത്തി. മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അരുവിക്കര സീറ്റ് ഇപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ജയിച്ചതാണ്, 5 കൊല്ലത്തേക്ക് ജയിച്ചതാണ്. ഞങ്ങൾ വളരെ ശക്തമായി അരുവിക്കര സീറ്റ് ആവശ്യപ്പെടുന്നില്ല. അരുവിക്കരയിലെ ശക്തി വച്ച് RSPക്ക് ഇനി എന്തൊക്കെ നേടിയെടുക്കാനുണ്ട്? എന്തായാലും ഇടതുപക്ഷത്തുണ്ടായിരുന്ന കാലത്തേതുപോലെ അബദ്ധങ്ങളൊന്നും കാണിക്കാതിരുന്നാൽ മതി. ഇല്ലെങ്കിൽ അതും ഇതും ഇല്ലാത്ത സ്ഥിതിയാകും. PC ജോർജിനെ ഒക്കെ കാണുന്നില്ലേ? മാണി പാർട്ടിയിലുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. UDF-ലും അതുതന്നെ സ്ഥിതി. യഥാർത്ഥത്തിൽ എവിടെയുണ്ട് എന്ന കാര്യം PC-ക്ക് പോലും അറിയില്ല. RSPക്കും ആ ഗതി വരല്ലേ എന്ന് ആശംസിക്കാം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.